എന്നെ ഏറ്റവും ഞെട്ടിച്ചൊരു സംഭവം ഇംഗ്ലണ്ടിൻ്റെ അവിടെ നിന്നുള്ളൊരു അപ്രോച്ചാണ്. 83-5 എന്നുള്ള നിലയിൽ വളരെ സ്ട്രഗിൾ ചെയ്യുന്ന ഏതൊരു ടീമായാലും ഓവർ ഡിഫൻസിലോട്ട് പോകാൻ സാധ്യതയുള്ള ഒരു സിറ്റുവേഷനിൽ തങ്ങളുടെ ആ ഒരു ബാറ്റിംഗ് രീതി അല്ലെങ്കിൽ തങ്ങളുടെ പ്ലേയിങ് സ്റ്റൈൽ എന്ന് പറയുന്നത് ഫാസ്റ്റ് ബോളാണ്. അതൊന്നും ഞങ്ങൾ വിട്ടു നിൽക്കുന്നില്ല, അത് തന്നെ ഞങ്ങൾ ഫോളോ ചെയ്യുന്ന രീതിയിൽ ജാമി സ്മിത്തിൻ്റെ ഹാരി ബ്രൂക്കിൻ്റെ ഒരു അപ്രോച്ച് ഉണ്ടായിരുന്നു. ജാമി സ്മിത്ത്, ഞാൻ ഈ ടെസ്റ്റിൽ ഇംഗ്ലണ്ടിൻ്റെ ബാറ്റ്സ്മാൻമാർ ലിസ്റ്റ് പറഞ്ഞപ്പോൾ ഫസ്റ്റിൽ വിട്ടുപോയ പേരായിരുന്നു ജാമി സ്മിത്ത്. കാരണം അദ്ദേഹത്തിനെ എനിക്ക് കൂടുതലായിട്ട് അറിയണ്ടായിരുന്നില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു പെർഫോമൻസ് എന്ന് പറയുന്നത് പീക്ക് ലെവൽ പെർഫോമൻസ് ആയിരുന്നു. ഇന്ത്യൻ ബോളർമാർ, അതും തങ്ങളുടെ ടീം ഇത്രയും റൺസിന് ട്രയൽ ചെയ്യാണ്, ഇത്രയും വിക്കറ്റ് പോയിട്ടുണ്ട്. ആ ഒരു സിറ്റുവേഷനിലാണ് ജാമി സ്മിത്ത് ഇങ്ങനെ അറ്റാക്ക് ചെയ്ത് കളിക്കുന്നത്. അച്ചാതി കൗണ്ടർ അറ്റാക്കിംഗ് ഇന്നിങ്സ് തന്നെ പറയാം. ഹാരി ബ്രൂക്കിനായിട്ട് 300 റൺസിന് മുകളിൽ ഒരു ഭീകര പാർട്ണർഷിപ്പ്. ഒരു ഇന്ത്യൻ ഫാൻ പോലും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാവില്ല ആ ഒരു സിറ്റുവേഷൻ ഇംഗ്ലണ്ട് കയറി വരുന്നുള്ളത്. ഒരു അത്ഭുത ഇന്നിങ്സ് തന്നെയായിരുന്നു രണ്ട് പ്ലേയേഴ്സും കാഴ്ചവെച്ചത്. 150 റൺസിന് മുകളിൽ 2 പ്ലേയേഴ്സ് സ്കോർ ചെയ്തു. സമയത്ത് ഹാരി ബ്രൂക്ക് പുറത്താകുകയും പിന്നീട് വന്ന ആർക്കും കാര്യമായിട്ട് സപ്പോർട്ട് നൽകാൻ പറ്റാത്തതുകൊണ്ട് ജാമി സ്മിത്തിന് അർഹിച്ചൊരു ഡബിൾ സെഞ്ചുറി നഷ്ടമായിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് ഇന്നിങ്സ് തന്നെ, ഒരു ഇംഗ്ലണ്ട് വിക്കറ്റ് കീപ്പറുടെ എക്കാലത്തെയും മികച്ച ഇന്നിങ്സ് തന്നെയാണ് നിലവിൽ ജാമി സ്മിത്ത് കളിച്ചേക്കുന്നത്. മാറ്റ് പ്രയറാണ് ഇതിനു മുന്നേ ഇത്തരത്തിലുള്ള ഒരു ഇന്നിങ്സ് കളിച്ചേക്കുന്നത്, അതും 15 വർഷങ്ങളോളം പഴക്കമുണ്ടതിന്.